റിപ്പോർട്ടർ ബ്രേക്കിംഗ്. വാൽപ്പാറ അപകടത്തിൽ അധ്യാപകർ മരിച്ച പാങ്ങ് പാറമ്മൽ GLP സ്കൂളിൽ വേഗത്തിൽ അധ്യാപകരെ നിയമിക്കണമെന്ന് രക്ഷിതാക്കൾ. നിയമനം വൈകിയാൽ കുട്ടികൾ എത്തുന്നതുൾപ്പെടെ കുറയുമെന്നാണ് ആശങ്ക. അജിത ടീച്ചർ ഉൾപ്പെടെയുള്ളവരുടെ പ്രധാന ആവശ്യമായ കളിസ്ഥലം അനുവദിക്കുന്നതിൽ ഇടപെടണമെന്നും ആവശ്യമുണ്ട്. നമുക്ക് അവരുടെ ചില പ്രതികരണങ്ങൾ ഒന്ന് കേൾക്കാം. അപ്പോൾ നമ്മളിന്ന് വേർപെട്ടു പോയ ഈ അധ്യാപകരോടൊരു തീരാ നഷ്ടമാണ് ഞങ്ങൾക്ക്. ആ ഒരു പ്രയാസം ഞങ്ങൾക്ക് കൂടെ അനുഭവപ്പെടാൻ പാടില്ല എന്നുള്ളതാണ് പറയാനുള്ളത്. എത്രയും പെട്ടെന്ന് നിയമനങ്ങൾ വേണം. ഇവിടേക്ക് വേണ്ടുന്ന സംഗതികളൊക്കെ ചെയ്തു തരാൻ ഞങ്ങൾ ആവശ്യപ്പെടുന്ന ഈ സമയത്ത്. സ്കൂളിൽ കുട്ടിയെ കളിക്കാൻ വേണ്ടിയ സ്ഥലമില്ല. ആ ഗ്രൗണ്ട് സർക്കാരിന് ഇടപെട്ട് ഇവിടെ തൊട്ടടുത്ത് സ്ഥലം സ്വകാര്യ വ്യക്തിയിട്ട് നമുക്ക് കിട്ടുമല്ലോ അറിയാൻ വയ്യ. നമ്മൾ ഇടപെട്ടുകൊണ്ട് ബന്ധപ്പെട്ടിട്ട് ആ സ്ഥലം നമുക്ക് വീട്ടിലെ കുട്ടിയെ കളിക്കാൻ സ്ഥലം കിട്ടിയാൽ അത് അവരെ മാനസികമായിട്ട് ഉത്സാഹിപ്പിക്കാനാവും. ഇവിടുത്തെ പ്രിൻസിപ്പൾ കഴിയുന്ന പരമാവധി ശ്രമിച്ചു നോക്കിയേക്കണം ഗ്രൗണ്ടിന് വേണ്ടിയിട്ട്. ആ ഗ്രൗണ്ട് ഇല്ലാത്ത ടീച്ചർ എപ്പോഴും ഇവിടെ ഒരു മീറ്റിംഗ് മാസം മീറ്റിംഗ് നടത്തുന്ന സമയത്തും ടീച്ചർ പ്രത്യേകം എടുത്ത് പറഞ്ഞിരുന്ന കാര്യം അതെ, കുട്ടികൾക്ക് ഗ്രൗണ്ട് കിട്ടാത്ത അത് കിട്ടിയിട്ടുമില്ല. ടീച്ചർ അങ്ങനത്തെ പോയും ചെയ്തു. ഭയങ്കര സങ്കടമായി. അപകടത്തിൽ മരിച്ച സ്കൂളിലെ പാചക തൊഴിലാളിയായ സാജിദയുടെ കുടുംബത്തെയും നാം കാണണം. സാജിദയുടെ മരണത്തോടെ യഥാർത്ഥത്തിൽ ആ കുടുംബം അനാഥമായി. ഭർത്താവ് 5 വർഷം മുമ്പ് മരിച്ചിരുന്നു. 11കാരനായ ഏക മകൻ ഷഹദീൻ അപകടത്തിൽ പരിക്കേറ്റ് കോയമ്പത്തൂർ ആശുപത്രിയിൽ ചികിത്സയിലുമാണ്. പ്രായമായ ഉമ്മ മാത്രമാണ് വീട്ടിൽ ശേഷിക്കുന്നത്. മകന്റെ ചികിത്സാ ചെലവും തുടർ വിദ്യാഭ്യാസവും സർക്കാർ ഏറ്റെടുക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം. സാജിദ സത്യത്തിൽ അവിടുത്തെ ഒരു ടീച്ചറെ പോലെയാണ്. അവിടെ എല്ലാ കാര്യങ്ങളും ഒരു കലാകാരി കൂടിയാണ്. അപ്പോൾ അത്യാവശ്യം പാട്ട് പാടും, ഡാൻസ് ചെയ്യും, ഒപ്പന, അതേപോലെയുള്ള എല്ലാ കാര്യങ്ങളും കുട്ടികളുടെ എല്ലാ ആക്ടിവിറ്റീസിലും ടീച്ചർമാരെ പോലെ തന്നെ. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇതൊരു കഞ്ഞി വെക്കുന്ന ടീച്ചർ എന്നുള്ള പ്രയോഗം തന്നെ സത്യത്തിൽ അവിടെ ഉണ്ടായിരുന്നു. ഈ ഒരു കുടുംബത്തിനെ സംബന്ധിച്ച് പറഞ്ഞാൽ ഉമ്മാക്ക് മാത്രമല്ല പ്രദേശനും വളരെ 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 ഇഷ്ടപ്പെട്ട ആളാണ്. പ്രദേശവാസികൾക്ക് എന്ത് സഹായങ്ങൾക്ക് ഓടിയെത്തുന്ന ഒരു ചെറിയ കുട്ടിയായിരുന്നു. പിന്നെ ആ കുട്ടിയുടെ ഭാവി വിദ്യാഭ്യാസം കൂടെ നമ്മുടെ വിദ്യാഭ്യാസ വകുപ്പോ അതിൽ ഏതെങ്കിലും ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ് ഏറ്റെടുത്ത് ആ കുട്ടിയുടെ വിദ്യാഭ്യാസ കാര്യങ്ങൾ കൂടി ഏറ്റെടുക്കണമെന്ന് കൂടി ഞങ്ങൾ നാട്ടുകാരായ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. കുറേ ബുദ്ധിമുട്ടിയ കുട്ടിയാണ് അവിടെ. എല്ലാ കാര്യത്തിലും നല്ല താല്പര്യം. ഇപ്പം അവിടെയുള്ള കുട്ടികൾക്ക് ആയല്ലായിട്ടല്ല ഒരു കൊണ്ടുവരുന്നത്. താത്തായിട്ടും സാജി താത്താന്ന് വിളിച്ചാൽ തന്നെ അതുപോലെ കുട്ടികൾ വന്നാൽ വീട്ടിൽ നിന്ന് മുടി ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ കൂടി കുട്ടികൾ വന്നാൽ അവൾ ചെന്ന് അവിടെ കൊടുത്ത കുട്ടികൾ ചെയ്ത് കൊടുക്കുക. അങ്ങനെ എല്ലാ കാര്യത്തിലും നല്ലൊരു ഇതായിട്ടായിരുന്നു. ഇതിൽ ഈ സാജിദയുടെ കാര്യത്തിൽ ഒരുപാട് ബുദ്ധിമുട്ടുകളും വെല്ലുവിളികളും നിറഞ്ഞ ജീവിതത്തിലൂടെയാണ് അവർ കടന്നു വന്നത്. അവർക്ക് തുല്യതാ പരീക്ഷ എഴുതിയാണ് അവർ 12ാം ക്ലാസ് വിജയിക്കുന്നത്. ആ സമയത്ത് അതിനുശേഷം സാക്ഷരതാ പ്രസ്ഥാനത്തിൻ്റെയൊക്കെ ഭാഗമായി ഒരുപാട് പേർക്ക് അവർ ക്ലാസ്സുകളൊക്കെ എടുത്തു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് അവിടെ കഞ്ഞി വയ്ക്കുന്ന ടീച്ചർ എന്ന മട്ടിൽ കുട്ടികൾ തന്നെ ഈ സാജിദ ടീച്ചറെ വിളിച്ചുകൊണ്ടിരുന്നത്. യഥാർത്ഥത്തിൽ സാജിദ ടീച്ചറല്ല, അവിടുത്തെ പാചക തൊഴിലാളിയാണ്. എന്നിട്ടും കുട്ടികൾക്ക് അവർ ടീച്ചറായിരുന്നു. എല്ലാ കാര്യങ്ങൾക്കും നാട്ടുകാരുടെ ആവശ്യങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നു. സാജിദയ്ക്ക് ഒരു മകനേ ഉള്ളൂ. ഭർത്താവ് 5 വർഷം മുമ്പ് മരിച്ചു. ആ മകനാകട്ടെ ഇപ്പോൾ ശരീരത്തിൽ ഗുരുതരമായി പരിക്കേറ്റിട്ട് നട്ടലിന് വലിയ രീതിയിലുള്ള പരിക്കേറ്റ് ഇപ്പോൾ അദ്ദേഹം കഴിയുകയാണ് മെഡിക്കൽ കോളേജിൽ. അദ്ദേഹത്തിൻ്റെ ചികിത്സയുടെ ഈ കുഞ്ഞിൻ്റെ ചികിത്സയുടെ എല്ലാ ചിലവുകളും സർക്കാർ ഏറ്റെടുക്കേണ്ടതുണ്ട്. ഒപ്പം ഈ കുടുംബത്തിന് ഉമ്മയ്ക്കൊക്കെ ഇനിയൊരു അത്താണി ആര് എന്നൊരു ചോദ്യം കൂടി ബാക്കി നിൽക്കുന്നു. ഇവിടെയാണ് സാജിദയുടെ കുടുംബത്തെ നമ്മൾ കാണാതെ പോകരുത്. 2 കാര്യങ്ങളാണ്. ഒന്ന്, ആ സ്കൂളിൽ എത്രയും പെട്ടെന്ന് കൂടുതൽ അധ്യാപകരെ നിയമിക്കുക. 1ാം ക്ലാസ്സിലേക്കുള്ള പ്രവേശനമൊക്കെ ഇനിയിപ്പോൾ അടുത്ത മാസത്തോടു കൂടി നടക്കണം. അധ്യാപകരാണ് എല്ലാ കാര്യത്തിനും ചുക്കാൻ പിടിച്ചുകൊണ്ടിരുന്നത്. ഈ അധ്യാപകരെ ഓർത്താണ് കുട്ടികളെ അങ്ങോട്ട് അയച്ചത്. ഈ അധ്യാപകർ ഒന്നാകെ ഇല്ലാതാകുമ്പോൾ ആ നാട്, ആ സ്കൂൾ ഇല്ലാതാകുമോ എന്ന് ഭയപ്പെടുന്നുണ്ട്. സോണൽ കൃഷയുണ്ട്. സോണൽ കൃഷ 6 അധ്യാപകരാണ് അവിടെ ഉണ്ടായിരുന്നത്. അതിൽ 5 പേരും പോയി. ഇനിയുള്ളത് ഒരു അധ്യാപിക മാത്രമാണ്. പിന്നീട് ഒരു പിയൂണും KGയിലെ 2 ടീച്ചർമാരും മാത്രമേ ആ സ്കൂളിൽ അവശേഷിക്കുന്നുള്ളൂ. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുമ്പോൾ പുതിയ കുട്ടികളെ സ്കൂളിൽ ചേർക്കണം. സാധാരണയൊക്കെ ഈ അധ്യാപകരെ കണ്ടാണ് കുട്ടികളെ സ്കൂളിലേക്കൊക്കെ അയക്കുക. അപ്പോൾ പുതിയ അധ്യാപകർ വരണം. നാട്ടുകാരുമായിട്ട് ആ വിശ്വാസം സ്ഥാപിച്ചെടുക്കണം. ഈ പഴയ അധ്യാപകരുടെ പോലെ തന്നെ ഈ കുട്ടികളെ സ്നേഹിക്കുന്നവരാണ് എന്ന് നാട്ടുകാർക്കൊക്കെ ബോധ്യമാവണം. അതുകൊണ്ട് തന്നെ യഥാർത്ഥത്തിൽ ഒരു സ്കൂളിന്റെ നിലനിൽപ്പ് തന്നെ അപകടത്തിലായ സാഹചര്യമാണ്, അല്ലേ സോണൽ കൃഷ്ണ? തീർച്ചയായും ആശങ്കകളുണ്ട് അവരെ സംബന്ധിച്ച്. കാരണം ആ സ്കൂളിനെ, ആ നാടിനെ ആകെ ചേർത്ത് പിടിച്ചിരുന്ന ഒരു സ്കൂള്, ആ സ്കൂളിലെ അധ്യാപികമാരൊക്കെ അവരെ വിട്ട് പിരിയുന്ന, അതായത് അകാലത്തിൽ പിരിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ആ നാടാകെ ആ തേങ്ങലിൽ ആഴ്ന്നു പോകുന്ന ഒരു സാഹചര്യം നമ്മൾ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായിട്ട് കണ്ടുകൊണ്ടിരിക്കുക. അവരെ സംബന്ധിച്ചുള്ളൊരു ആശങ്ക, അവരുടെ കുട്ടികൾക്ക് മികച്ച വിദ്യാഭ്യാസം ഉറപ്പാക്കണം. സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ് ആ സ്കൂളിന് ചുറ്റുമുള്ളത്. അതുകൊണ്ട് തന്നെ ആ സ്കൂളിൽ പഠിക്കുന്നതൊക്കെ സാധാരണക്കാരുടെ മക്കളാണ്. അങ്ങനെ ഇരിക്കെ ഇനി അവരുടെ വിദ്യാഭ്യാസം ഏത് തലത്തിൽ മുന്നോട്ട് പോകണമെന്നുള്ളത് ഒരു ചോദ്യചിഹ്നമായി അവിടെ നിൽക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് അവർ പറയുന്നത് എത്രയും പെട്ടെന്ന് അവരുടെ
സ്കൂളിൽ നിയമനങ്ങൾ അധ്യാപകരെ നിയമിച്ചുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസം ഉറപ്പാക്കാനുള്ള ഒരു സംവിധാനം സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് പെട്ടെന്ന് തന്നെ നടക്കേണ്ടതുണ്ട്. അതായത് പുതിയ അധ്യയന വർഷം തുടങ്ങാൻ ഇനി ദിവസങ്ങൾ, ഒരു മാസവും കഷ്ടി ദിവസങ്ങളും മാത്രമാണ് മുന്നിലുള്ളത്. അങ്ങനെ ഇരിക്കെ പുതിയ കുട്ടികൾ വരേണ്ടതുണ്ട്. നിലവിൽ വന്ന കുട്ടികൾക്ക്, മുതിർന്ന ആളുകൾക്ക് ക്ലാസ് എടുക്കേണ്ടതുണ്ട്. അങ്ങനെ ആ സാഹചര്യം കൂടി കണക്കിലെടുത്താണ് ഈ ഒരു ആശങ്ക അവർ പങ്കുവെക്കുന്നത്. മറ്റൊന്ന്, ആ കുട്ടികളുടെ, അതായത് അവിടെ നിന്ന് പഠിച്ചിറങ്ങുന്ന കുട്ടികളുടെ ഒരു പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു അവിടെ ഒരു കളിസ്ഥലം എന്നുള്ളത്. അത് അധ്യാപകരും വർഷങ്ങളായി ഇതിനു വേണ്ടി പരിശ്രമിക്കുന്ന ഒരു സാഹചര്യം കൂടിയുണ്ട്. കാരണം പല കായിക പ്രതിഭകൾ വളർന്നു വരേണ്ട ഒരു സ്ഥലം കൂടിയാണ് അതെന്ന് പലതവണ പ്രിൻസിപ്പൽ ഉൾപ്പെടെ, നമ്മളെ വിട്ടു പിരിഞ്ഞ പ്രധാന അധ്യാപകർ ഉൾപ്പെടെ പല മീറ്റിങ്ങുകളിലും ഉന്നയിച്ച ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്.